ഇതോടുകൂടി കരാറിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മാതൃഭൂമി ഓൺലൈൻ തന്നെ പറയുകയാണ്. ചോദ്യത്തിലേക്ക് സർ, 30 വർഷമായി ഒരു വ്യവസായങ്ങളൊന്നും കൊണ്ടുവരാത്ത ആ കമ്പനി പുതിയ വ്യവസായം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ സാധിക്കില്ല സർ. അതുകൊണ്ട് തന്നെ ആ കരാർ റദ്ദാക്കി സാധാരണ ജനങ്ങൾക്ക് ഗുണകരപ്രദമായ രൂപത്തിൽ ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത്, വൈദ്യുതി ബോർഡ് തന്നെ ഏറ്റെടുത്ത് ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാക്കി മാറ്റി ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം സർ. മിനിസ്റ്റർ സർ, 1990 ചെറുകിട ജലവൈദ്യുതി നയത്തിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മണിയാർ ചെറുകിട വൈദ്യുതി പദ്ധതി നിർമ്മിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി കാർബറാണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡിനെ കരാർ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിരുന്നു. സർ, 2024 ഡിസംബറിൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ് മൂട്ട് പീരിയഡ് അവർ നടത്തുന്ന വ്യവസായ നിക്ഷേപത്തിന് അടിസ്ഥാനത്തിൽ ദീർഘിപ്പിക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പ്, നിയമവകുപ്പ്, വ്യവസായ വകുപ്പ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ പരിശോധിച്ചു വരികയാണ്. സർ, കഴിഞ്ഞ ദിവസം ഇവിടെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിശദമായി മറുപടി നൽകിയിരിക്കുന്നു. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുക. KSCBLന് ദോഷകരമാകത്തും വ്യവസായിക അന്തരീക്ഷത്തിന് ഗുണമാകുന്നതായ തീരുമാനമെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ശ്രീ പി ഉബൈദുള്ള. സർ, LDF സർക്കാർ അധികാരത്തിലിരുന്ന 9 വർഷത്തിനിടയിൽ ഏതെങ്കിലും പുതിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ടോ? മുൻ സർക്കാരുകളുടെ കാലത്ത് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളിൽ ഏതെങ്കിലും ഈ കാലയളവിൽ പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ അവയിൽ ഓരോ പദ്ധതിയുടെയും സ്ഥാപിത ശേഷി എത്രയാണെന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സർ, ഇതൊരു വിശദമായ ചോദ്യമാണ്. കണക്കുകൾ ഉൾപ്പെടെയുള്ളത് പരിശോധിച്ച് പറയേണ്ട ഒരു ചോദ്യമാണ്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചിട്ടില്ല. പരിശോധിച്ചതിന് ശേഷം അറിയിക്കുന്നതാണ്. ശ്രീ AK മഷ്റഫ്. സർ, വൈദ്യുതി ഉപയോഗം കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഏറ്റവും മിഡിൽ ക്ലാസ് ഫാമിലി പോലും ഈ ചൂടിൻ്റെ കാഠിന്യത്തിൽ AC ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് KSCBക്ക് ഒരു കമ്മിറ്റി ഉണ്ട്, MLA ചെയർമാനായ. ഞാനത് ഏറ്റവും കൂടുതൽ വിളിച്ച ഒരു MLA ആണ്. ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ്റെ പ്രാദേശിക ആവശ്യം ട്രാൻസ്ഫോർമറും, കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് അനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റൊക്കെ വലിയ രീതിയിൽ അവിടുത്തെ ഇൻഡസ്ട്രി മേഖല ഈ വൈദ്യുതി മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. വ്യവസായ മന്ത്രിക്കറിയാം. അപ്പോൾ അവിടെ ഈ സബ് സ്റ്റേഷനുകളും ട്രാൻസ്ഫോർമറും സ്ഥാപിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മന്ത്രി പറഞ്ഞൊരു മറുപടി, നമ്മുടെ കേരളത്തിൽ ആ ടെൻഡർ എടുക്കാൻ ആളുകളില്ല, ഉത്തരേന്ത്യയിൽ നിന്ന് വൻകിട ടെൻഡർ ആളുകൾ വന്നാൽ മാത്രമേ ടെൻഡർ ചെയ്യാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. ഈ ട്രാൻസ്ഫോർമറിൻ്റെയും സബ് സ്റ്റേഷൻ്റെയും നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ കാസർകോട്ടേക്ക് ഏത് രീതിയിലാണ് അതിൻ്റെ പുരോഗതി എന്നുള്ളത് വിശദമാക്കാമോ? സർ, ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പുരോഗതി കാലാകാലങ്ങളിൽ വിലയിരുത്തുന്നത് MLA അധ്യക്ഷനായ ഒരു സമിതിയാണ്. ആ സമിതിയുടെ അവസാന പരിശോധന അടിസ്ഥാനത്തിൽ കിട്ടുന്ന റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടാകുന്ന റിപ്പോർട്ട്. അവിടെ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും വേനൽക്കാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുകയില്ലെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീ നജീബ് കാന്തപുരം.